നമസ്കാരം. KC വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ രാജേഷ്. പ്രധാന വാർത്തകൾ. വേനലും വേനൽ മഴയും ഓരുവെള്ളവും കീടങ്ങളും പങ്കിട്ടതിന്റെ ബാക്കി കൊയ്ത കർഷകരിൽ നിന്നും കൈയിട്ടുവാരി സ്വകാര്യ മില്ലുടമകൾ. ഈർപ്പത്തിന്റെ പേരിൽ കിൻഡലിൽ കുറയ്ക്കുന്നത് 8 മുതൽ 10 കിലോ വരെ. CCTV ദൃശ്യങ്ങളും വാഹന മൊബൈൽ നമ്പറുകളും തെളിവായി നൽകിയിട്ടും പോലീസ് നടപടി വൈകുന്നതിൽ ദുരൂഹതയെന്ന് ചങ്ങനാശ്ശേരി വ്യാപാരി വ്യവസായി ഏകോപന സമിതി. വേണുഗോപാൽ സരിതാ ബന്ധത്തിൽ ജനങ്ങൾക്ക് സംശയമുണ്ട്. പാർട്ടിക്കുള്ളിലെ വിമർശനങ്ങൾ മാധ്യമങ്ങളെ അറിയിച്ചത് സുധീരനെന്നും ഷാനിമോൾ ഉസ്മാൻ. വാർത്തകൾ വിശദമായി. നെല്ലിലെ ഈർപ്പത്തിന്റെ പേരിൽ കർഷകരെ ചൂഷണം ചെയ്യാൻ സപ്ലൈകോയും കൂട്ടുനിൽക്കുന്നതായി പരാതി. കിൻഡലിന് 10 കിലോ നൽകണമെന്ന് സപ്ലൈകോ ഉദ്യോഗസ്ഥരടക്കം ആവശ്യപ്പെട്ടതായും പരാതിയുണ്ട്. മാത്തൂർ, കടന്നങ്ങാട്ട് പാടശേഖര സമിതികളും കർഷകരും ഇത് ആദ്യം അംഗീകരിക്കാതിരുന്നതിനാൽ പാടത്തു തന്നെ നെല്ല് കൂട്ടിയിട്ടിരിക്കുകയായിരുന്നു. വേനൽ മഴ കൂടി എത്തിയതോടെ സ്വകാര്യ മില്ലുടമകളുടെ ആവശ്യം പലർക്കും അംഗീകരിക്കേണ്ടി വന്നു. അവരുടെ നെല്ല് തിങ്കൾ ചൊവ്വ ദിവസങ്ങളിലായി ശേഖരിച്ചു. എന്നാൽ ഇനിയും ലക്ഷക്കണക്കിന് രൂപയുടെ നെല്ലാണ് 2 പാടശേഖരങ്ങളുമായി കെട്ടിക്കിടക്കുന്നത്. ഒരേക്കർ പാടത്തു നിന്ന് നെല്ല് സംഭരിക്കുമ്പോൾ 1 കിൻഡലിന് മുകളിൽ നെല്ല് അരിമില്ലുകാർ ചൂഷണത്തിലൂടെ കൈക്കലാക്കുകയാണ്. സംഭരണം ഇനിയും വൈകിയാൽ വേനൽ മഴയിൽ നെല്ല് കിളിർത്തുപോകുമെന്നും കർഷകർ പറഞ്ഞു. 7 കിലോ കിഴിവ് കൊടുക്കണം. ഒരു ചാക്കിന് 1 കിലോ വെച്ച് തൂക്കം, അങ്ങനെ 8 കിലോയാണ്. പിന്നെ ഇത്തവണ ഇവിടെ ഏക്കറിനെന്ന് പറയുന്നത് ഒരു 3 കിൻഡൽ നെല്ല്, പിന്നെ കൊയ്യാതെ ഒന്നും കിട്ടാത്തവരുണ്ട്. ആ തരത്തിലാണ് ഇത്തവണത്തെ കൃഷിയുടെ നിലവാരം. വളരെ പരിതാപകരമായ ഒരു നിലവാരത്തിലാണ് ഇവിടെ മൊത്തത്തിലേ പോയിക്കൊണ്ടിരിക്കുന്നത്. കൊയ്യാതെ ഒരുപാട് നിലങ്ങൾ കിടക്കുന്നു, ഒന്നും കിട്ടത്തില്ല. വണ്ടിക്ക് അടിച്ചാൽ വണ്ടിക്കൂലി പോലും കൊടുക്കാൻ ഒക്കാത്തത് കാരണം പലരും കൊയ്യാതെ ഇട്ടിരിക്കുകയാണ്. സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഇതിന് വേണ്ടതായ എന്തെങ്കിലും വിളവുകൾ ഈ കൃഷിക്കാർക്ക് വേണ്ടി പ്രഖ്യാപിച്ചാൽ കൊള്ളാം. അത് ഞങ്ങൾക്ക് പറയാനുള്ളൂ. ദയനീയമാണ് ഇപ്പോഴത്തെ കൃഷിക്കാരുടെ ഇവിടുത്തെ അവസ്ഥ. ചങ്ങനാശ്ശേരി നഗരത്തിൽ വ്യാപാര സ്ഥാപനത്തിന് നേരെ ഉണ്ടായ ഗുണ്ട ആക്രമണത്തിൽ പ്രതികളെ പിടികൂടുന്നതിൽ പോലീസ് അനാസ്ഥ കാട്ടുന്നുവെന്ന് CPM ചങ്ങനാശ്ശേരി ഏരിയ സെക്രട്ടറി KC ജോസഫ്. വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ ചങ്ങനാശ്ശേരി പോലീസ് സ്റ്റേഷനിലേക്ക് നടന്ന മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ 27-ാം തീയതി പോലീസിൽ പരാതി നൽകിയിട്ടും നാളിതുവരെ യാതൊരു നടപടിയും കൈക്കൊണ്ടിട്ടില്ല. CCTV ദൃശ്യവും മൊബൈൽ നമ്പറും പ്രതികൾ സഞ്ചരിച്ച വാഹനത്തിന്റെ നമ്പർ ഉൾപ്പെടെയുള്ള തെളിവുകൾ പോലീസിന് കൈമാറിയിരുന്നു. ഈ സാഹചര്യത്തിലും പോലീസ് അന്വേഷണം ഊർജിതമാക്കാത്തത് സംശയകരമാണ്. സന്തോഷിന്റെ മൊബൈൽ കടയിൽ മൊബൈൽ റീചാർജ് ചെയ്ത് എത്തിയ ഏതാനും ആളുകൾ ആ സ്ഥാപനം അടിച്ചു തകർക്കുകയും ജീവനക്കാരെ ഗുരുതരമായി പരിക്കേൽപ്പിക്കുകയും ചെയ്തു. അതിന്റെ പേരിൽ നടപടി സ്വീകരിക്കാൻ ചങ്ങനാശ്ശേരിയിലെ പോലീസ് അധികാരികൾ തയ്യാറാവുന്ന സന്ദർഭത്തിലാണ് ഈ പോലീസ് സ്റ്റേഷൻ മാർച്ച് നടത്തുവാൻ വേണ്ടി വ്യാപാരി വ്യവസായ സമിതി തീരുമാനിച്ചിട്ടുള്ളത്. ഈ സമരം കൊണ്ടും കുറ്റവാളികൾക്കെതിരായി കർശന നടപടി സ്വീകരിക്കുവാൻ വേണ്ടി ബന്ധപ്പെട്ട പോലീസ് അധികാരികൾ തയ്യാറാവുന്നില്ലെങ്കിൽ ചങ്ങനാശ്ശേരിയിലെ വ്യാപാരി വ്യവസായ സ്ഥാപനങ്ങൾ അടച്ചിട്ടുകൊണ്ടുള്ള പോലീസ് സ്റ്റേഷൻ പടിക്കൽ നടന്ന ധർണയിൽ വ്യാപാരി വ്യവസായി സമിതി സംസ്ഥാന കമ്മിറ്റി അംഗം MR ഫസൽ, E സുരേഷ് ബാബു, ജോജി ജോസഫ്, KH മുഹമ്മദ്, റഷീദ്, ഷിബു മാധവൻ തുടങ്ങിയവർ സംസാരിച്ചു. കോൺഗ്രസിനെ രക്ഷിക്കുവാൻ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്ന മുഖമായിരുന്നു ആലപ്പുഴക്കാരിയായ AICC അംഗം കൂടിയായിരുന്ന ഷാനിമോൾ ഉസ്മാന്റേത്. എന്നാൽ സ്വന്തം പാർട്ടിയുടെ യോഗത്തിൽ പോലും കേൾക്കേണ്ടി വരുന്നത് തനിക്കെതിരെയുള്ള ആരോപണം മാത്രമാണ്. പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ആലപ്പുഴ മണ്ഡലത്തിലെ പ്രവർത്തനങ്ങൾ കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ വൻ പ്രശ്നങ്ങൾക്കായിരുന്നു തുടക്കമിട്ടിരുന്നത്. ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ KC വേണുഗോപാലിനെ പരാജയപ്പെടുത്തുവാൻ ഷാനിമോൾ ശ്രമിച്ചതായിരുന്നു DCC യോഗത്തിലും KPCC യോഗത്തിലും ആദ്യമുയർന്ന വിമർശനം. അതേസമയം കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ ഒറ്റപ്പെടുന്ന അവസ്ഥയാണ് ഷാനിമോൾ ഉസ്മാന്റേത്. തെരഞ്ഞെടുപ്പിന്റെ കണക്കെടുപ്പിൽ തുടങ്ങിയ പോരിന് പുതിയ മാനം നൽകി കോൺഗ്രസിൽ VM സുധീരനും ഷാനിമോൾ ഉസ്മാനും തമ്മിൽ ഏറ്റുമുട്ടുകയാണ്. പാർട്ടിയെയും സർക്കാരിനെയും നിരന്തരം വിമർശിക്കുന്ന VM സുധീരൻ എന്തിനാണ് അച്ചടക്ക നടപടി എന്ന വാൾ തന്റെ നേർക്ക് ചൂണ്ടുന്നതെന്നാണ് ഷാനിമോൾ ഉസ്മാൻ കത്തിലൂടെ സുധീരനോട് ചോദിക്കുന്നത്. അതേസമയം സുധീരനാകട്ടെ ഷാനിമോൾ മദ്യ ലോബികളുടെ ഏജന്റാണെന്ന പ്രത്യാരോപണമാണ് നടത്തിയത്.
കോൺഗ്രസ് പാർട്ടിയിലെ ആദർശശുദ്ധിയുള്ള നേതാവെന്ന വിശേഷണം VM സുധീരന് എങ്ങനെ ചേരുമെന്നും മുഖ്യമന്ത്രിയെ പോലും വിമർശിച്ച നേതാവിന്റെ വാക്കുകൾക്ക് അത്രമാത്രം വിലയെ നൽകുന്നുള്ളൂവെന്നും ഷാനിമോൾ അഭിപ്രായപ്പെട്ടു. ജനമധ്യത്തിൽ മാധ്യമങ്ങളുടെ മുന്നിൽ പാർട്ടി പ്രവർത്തകരുടെ മുന്നിൽ ഉന്നയിച്ചിട്ടുള്ള ആ ആരോപണം വളരെ ഗൗരവത്തോടുകൂടി കണ്ടുകൊണ്ട് അതൊരു വെല്ലുവിളിയായി ഞാൻ സ്വീകരിക്കുകയാണ്. ശ്രീ VM സുധീരൻ KPCCയുടെ അധ്യക്ഷനാണ്. അദ്ദേഹം പാർട്ടിക്കകത്ത് നടക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് അന്വേഷിക്കാൻ വേണ്ടി കമ്മീഷൻ നിയോഗിച്ചതുപോലെ അതിനേക്കാൾ ഉത്തരവാദിത്തപ്പെട്ട ഒരു കമ്മീഷനെ നിയോഗിച്ചുകൊണ്ട് മദ്യ ലോബിയുമായി എനിക്കുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞ ആ ബന്ധത്തെക്കുറിച്ച് അന്വേഷിച്ച് ജനങ്ങളുടെ മുന്നിൽ അതിന്റെ സത്യാവസ്ഥ കൊണ്ടുവരുവാനുള്ള ഉത്തരവാദിത്തം ഏറ്റെടുക്കണം. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഏതെങ്കിലും തരത്തിലുള്ള എതിരഭിപ്രായം അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള അഭിപ്രായം ആരെങ്കിലും ഉന്നയിച്ചാൽ അവരെയൊക്കെ തന്നെ മദ്യ ലോബിയുടെ ഭാഗമായി ചിത്രീകരിക്കുന്ന ഒരു സാഹചര്യം കേരളത്തിൽ കാണുന്നുണ്ട്. പക്ഷെ അത്തരത്തിലൊരു KPCC പ്രസിഡന്റ് പോകാൻ കഴിയുമോ? തീർച്ചയായിട്ടും അദ്ദേഹം പൊതുവേദിയിൽ ഉന്നയിച്ചിട്ടുള്ള ഈ ആരോപണത്തിൽ നിന്നും ശ്രീ VM സുധീരന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. അത് തെളിയിക്കുവാനുള്ള രാഷ്ട്രീയവും ധാർമ്മികവുമായിട്ടുള്ള ഉത്തരവാദിത്തം ഏറ്റെടുക്കണം. അദ്ദേഹം പാർട്ടിക്കകത്ത് പറയുന്ന അഭിപ്രായത്തെ അടിവരയിട്ട് സൂചിപ്പിക്കുന്നത് പോലെ ഒരു കുടുംബത്തെ തകർക്കുന്ന അഭിപ്രായങ്ങൾ പറയരുത് എന്ന് പറയുന്നത് പോലെ എന്നെയും എന്റെ കുടുംബത്തെയും ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിലാക്കുന്ന തരത്തിലുള്ള ഒരു പ്രസ്താവന എന്തുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് എന്ന് എനിക്കറിയില്ല. തെരഞ്ഞെടുപ്പ് ഫലം വരുവാൻ കേവലം 10 ദിവസം മാത്രം ബാക്കി നിൽക്കെ കോൺഗ്രസിനുള്ളിലെ പൊട്ടിത്തെറി തെരഞ്ഞെടുപ്പ് ഫലം വരുന്ന മെയ് 16 ശേഷമുള്ള വൻ സ്ഫോടനത്തിന്റെ വഴിമരുന്നാണെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ കണക്ക് കൂട്ടുന്നത്. ന്യൂസ് ഡെസ്ക് KCV. കേരള കർഷക സംഘം ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റിലേക്ക് മാർച്ചും ധർണയും നടത്തി. സംഭരിച്ച നെല്ലിന്റെ വില അടിയന്തരമായി വിതരണം ചെയ്യുക, കൃഷിനാശം സംഭവിച്ചവർക്ക് അടിയന്തര ധനസഹായം നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ച്. EMS സ്റ്റേഡിയത്തിൽ നിന്നും ആരംഭിച്ച മാർച്ചിൽ നിരവധി കർഷകർ പങ്കെടുത്തു. തുടർന്ന് നടന്ന ധർണയിൽ CPM ജില്ലാ ആക്ടിംഗ് സെക്രട്ടറി സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്തു. KH ബാബുജാൻ അധ്യക്ഷത വഹിച്ചു. ശ്രീകുമാർ ഉണ്ണിത്താൻ, PV രാമഭദ്രൻ, V വേണുഗോപാൽ എന്നിവർ പങ്കെടുത്തു. കൃഷിക്കാർ ഉൽപ്പാദിപ്പിച്ച നെല്ല് വാങ്ങിക്കൊണ്ടുപോയതിന്റെ പണം കൊടുക്കുന്നതിന് വേണ്ടി ഒരു സമരം കേരളത്തിൽ നടത്തുക എന്ന് പറഞ്ഞാൽ ഈ സംസ്ഥാനത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ലജ്ജാകരമായ കാര്യമാണ്. ഇവിടെ അതിന്റെ കണക്കുകൾ വിശദീകരിച്ചു. 25-ാം തീയതി വരെയുള്ള കണക്കനുസരിച്ച് 136,86,75,071 രൂപ. ഇത് സംസ്ഥാന ഗവൺമെന്റ് കൊടുക്കാനുള്ള പണത്തിന്റെ കൃത്യമായ കണക്ക്. ഇന്ന് ഈ സമരം നടക്കുന്ന ദിവസത്തിലേക്ക് എത്തുമ്പോൾ അത് 154 കോടിയിൽ പരം രൂപ. സപ്ലൈകോ വാങ്ങിക്കൊണ്ടുപോകുന്ന നെല്ലിന്റെ വില 17-18 രൂപയാണ് കൊടുക്കുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് കാലത്ത് 17 രൂപ വരെ കൊടുത്തിരുന്ന നെല്ല് 1 രൂപ ഏതാണ്ട് കൂട്ടിയാണ് വാങ്ങിക്കുന്നതെന്ന് പറയുന്നു. കേരള ജേർണലിസ്റ്റ് യൂണിയൻ കോട്ടയം ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ലോക മാധ്യമ ദിനത്തോട് അനുബന്ധിച്ച് സെമിനാർ നടത്തി. ചങ്ങനാശ്ശേരി അർക്കേഡിയ ഹോട്ടലിൽ നടന്ന സെമിനാറിൽ നിരവധി മാധ്യമ പ്രവർത്തകർ പങ്കെടുത്തു. മാടപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ VJ ലാലി സെമിനാർ ഉദ്ഘാടനം ചെയ്തു. KJU കോട്ടയം ജില്ലാ പ്രസിഡന്റ് ആഷിഖ് മണിയംകുളം അധ്യക്ഷത വഹിച്ചു. ആധുനിക യുഗത്തിൽ മാധ്യമങ്ങളുടെ പ്രസക്തി എന്ന വിഷയത്തിൽ KJU സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബാബു തോമസ് വിഷയം അവതരിപ്പിച്ചു. KJU സംസ്ഥാന സെക്രട്ടറി അനിൽ ബിശ്വാസ്, കോട്ടയം ജില്ലാ സെക്രട്ടറി ഷൈജു, ജോസുകുട്ടി കുട്ടമ്പേരൂർ എന്നിവർ പ്രസംഗിച്ചു. ആധുനിക യുഗം നമ്മൾ പറയുമ്പോൾ തന്നെ ഏറ്റവും ഫാസ്റ്റായി, ഏറ്റവും സ്പീഡിൽ, ഏറ്റവും ജനങ്ങൾക്ക് എന്താ പറയുക, അവരുടെ ജീവിതചര്യയിൽ ഏറ്റവും സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതാണ് ആധുനിക ഈ കാലഘട്ടം ഈ സംസ്കാരത്തിന്റെ ഒരു വലിയ പ്രത്യേകതയായി മാറി. ആ സംസ്കാരത്തിൽ ജനങ്ങളെ സത്യം അറിയിക്കാൻ ഉള്ള വേദിയായി മാധ്യമങ്ങൾ മാറണം. അതാണ് പ്രധാനപ്പെട്ട ഒരു അടിസ്ഥാനപരമായ ലക്ഷ്യമെന്ന് പറയുന്നത്. സത്യം അറിയാനുള്ള ജനങ്ങളുടെ അവകാശത്തെ പൂർണ്ണമായും സംരക്ഷിക്കപ്പെടാനുള്ള ബാധ്യത ആർക്കാണ് എന്ന് ചോദിച്ചാൽ എന്റെ അഭിപ്രായം വ്യക്തിപരമായി ഞാൻ പറയും അത് മാധ്യമങ്ങൾക്കാണ് എന്നുള്ള കാര്യം സംശയിക്കുന്നു. കാരണം മാധ്യമങ്ങളെ ജനങ്ങൾ വിശ്വസിക്കുന്നു. രാവിലെ അച്ചടി മാധ്യമങ്ങളെ അതിരാവിലെ എഴുന്നേറ്റ് വിശ്വസിക്കുന്നത് കൊണ്ടാണ് അച്ചടി മാധ്യമങ്ങളിലേക്ക് ആദ്യമേ നമ്മുടെ ശ്രദ്ധ പോകുന്നത്. ഇനിയൊരു ഇടവേള.
KCV വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മനോഹരമായൊരു വീട് നമ്മുടെ എല്ലാം സ്വപ്നമാണ്. നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങളെ മനോഹരമാക്കാൻ ഇതാ സിമ്പിൾ. ഷാലിമാർ സൂപ്പർ ബ്രാൻഡ് ടൈലുകളുടെയും ഗ്രാനൈറ്റിന്റെയും വിസ്മയ ലോകം. വിപുലമായ സ്റ്റോക്ക്, ഫാസ്റ്റ് സർവീസ്, 100% ഗുണമേന്മ ഇവയൊക്കെ നിലനിർത്തുന്നതുകൊണ്ട് ഞാൻ പറയുന്നു ഷാലിമാർ. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്, സ്വപ്ന ഭവനത്തിന് ഇവിടെ പൂർണ്ണത. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്, മണിക്കച്ചിറ, AC റോഡ്, ചങ്ങനാശ്ശേരി. സ്വപ്ന ജ്വല്ലറി ചങ്ങനാശ്ശേരി, സംശുദ്ധിയുടെ അരനൂറ്റാണ്ട് കാലത്തെ പാരമ്പര്യം. ചങ്ങനാശ്ശേരിയിലെ ആദ്യത്തെ 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണശാല. ഉയർന്നുവരുന്ന സ്വർണ്ണവിലയ്ക്ക് ആശ്വാസമായി സ്വപ്ന ജ്വല്ലറി ഒരുക്കുന്നു സ്വപ്നനിധി സ്വർണ്ണ സമ്പാദ്യ പദ്ധതി. തവണകളായി അടയ്ക്കുന്ന തുക അതാത് ദിവസത്തെ സ്വർണ്ണവിലയിലേക്ക് മാറ്റി നിശ്ചയിക്കുന്നതിനാൽ പിന്നീടുണ്ടാകുന്ന വിലവർദ്ധനവ് നിങ്ങളെ ബാധിക്കുന്നില്ല. 250 രൂപ മുതൽ വരുന്ന 18 തവണകളാണ് സ്വപ്നനിധിക്കുള്ളത്. സ്വപ്ന ജ്വല്ലറി, സ്വപ്ന ബിൽഡിംഗ്, ചങ്ങനാശ്ശേരി. എന്റെ മോഹനേട്ടാ, എളുപ്പ വഴികളും കുറുക്കു വഴികളും നോക്കി പോകുമ്പോഴാ നമ്മളെ ആരെങ്കിലും പറ്റിക്കണത്. എന്നെ ഇന്നേവരാരെങ്കിലും പറ്റിച്ചിട്ടുണ്ടോ? കാരണം എന്താ? എനിക്ക് ബുദ്ധിയുണ്ട്. അനു തിരക്കിലായിരിക്കുമല്ലേ? അതെ. അനുവിനെ കഴിഞ്ഞ ആഴ്ച ആലപ്പുഴയിലെ മുല്ലക്കൽ പ്രിൻസ് ജുവലറിയിൽ നിൽക്കുന്നത് കണ്ടിരുന്നല്ലോ. അതെ, ഞാൻ അവിടെ നിന്നാണ് സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാറുള്ളത്. അതെന്താ, മറ്റൊരുപാട് ജുവലറികൾ അവിടെ ഉണ്ടല്ലോ. പിന്നെന്താ മുല്ലക്കൽ പ്രിൻസ് ജുവലറിയിൽ നിന്ന് തന്നെ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്നത്? അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. ഗുണമേന്മയിലും വിശ്വസ്തതയിലും 2 പതിറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള മുല്ലക്കൽ പ്രിൻസ് ജുവലറിയിലെ ഏറ്റവും ചെറിയ ആഭരണങ്ങളിൽ പോലും 916 BAS ഹോൾമാർക്ക് മുദ്ര ഉറപ്പുവരുത്തുന്നു. ആരുടെയും സങ്കല്പത്തിന് അനുയോജ്യമായ വ്യത്യസ്തതരം ഡിസൈൻസ്. അങ്ങനെയാവുമ്പോൾ പണിക്കൂലി കൂടുതലായിരിക്കും അല്ലേ? ഏറ്റവും കുറഞ്ഞ പണിക്കൂലി മാത്രമല്ല, 916 BAS ഹോൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ കുറവ് വരുന്നില്ല. അപ്പോൾ ശരിക്കും ഹീറോ മുല്ലക്കൽ പ്രിൻസ് ജുവലറിയാണല്ലേ? അത് പിന്നെ പറയാനുണ്ടോ? 100% BIS ഹോൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങൾ വിൽക്കുന്ന സ്വർണ്ണാഭരണശാല പ്രിൻസ് ജുവലറി, മുല്ലക്കൽ, ആലപ്പുഴ. വാർത്തകൾ തുടരുന്നു. കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് യൂണിയൻ സംസ്ഥാന നേതൃ പരിശീലന ക്യാമ്പ് ഈ മാസം 8 മുതൽ 10 വരെ ആലപ്പുഴ കർമ്മ സഹൻ ഹാളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ക്യാമ്പ് KPCC പ്രസിഡന്റ് VM സുധീരൻ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന പ്രസിഡന്റ് ഹരിഗോവിന്ദൻ അധ്യക്ഷത വഹിക്കും. സംസ്ഥാന അക്കാദമി കൌൺസിലിന്റെ ബ്ലോഗിന്റെ ഉദ്ഘാടനം കേന്ദ്രമന്ത്രി KC വേണുഗോപാൽ നിർവഹിക്കും. ആലപ്പുഴ DCC പ്രസിഡന്റ് AA ഷുക്കൂർ മുഖ്യപ്രഭാഷണം നടത്തും. തുടർന്നുള്ള ദിവസങ്ങളിൽ യൂത്ത് കോൺഗ്രസ് ദേശീയ ജനറൽ സെക്രട്ടറി M ലിജു, ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല, ബെന്നി ബെഹനാൻ MLA, PC വിഷ്ണുനാഥ് MLA തുടങ്ങിയവർ പങ്കെടുക്കുമെന്ന് വാർത്താ സമ്മേളനത്തിൽ ക്യാമ്പ് ഡയറക്ടർ C ബിജു അറിയിച്ചു. കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖലയിലെ ഏറ്റവും വലിയ അധ്യാപക പ്രസ്ഥാനമാണ് KPSTU. എയ്ഡഡ് മേഖലയിലെയും ഗവൺമെൻറ് മേഖലയിലെയും 1 മുതൽ 12 വരെ ക്ലാസ്സുകളിൽ പഠിക്കുന്ന അധ്യാപകരെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു അധ്യാപക പ്രസ്ഥാനം എന്നുള്ള രീതിയിൽ ഈ മേഖലയിലെ ആനുകാലിക പ്രശ്നങ്ങളെ സംബന്ധിച്ച് എല്ലാ വർഷവും വിശദമായ ചർച്ചയും നേതൃത്വ പരിശീലനവും നൽകാറുണ്ട്. അതിൻ്റെ ഭാഗമായി ഈ വർഷം കിഴക്കിൻ്റെ വെനീസായ ആലപ്പുഴ ജില്ലയിൽ വെച്ച് സംസ്ഥാന നേതൃത്വ പരിശീലന ക്യാമ്പ് നടക്കുകയാണ്. ഇതിൽ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക, വിദ്യാഭ്യാസ മേഖലകളിലെ പ്രഗത്ഭരായ വ്യക്തികൾ ഇതിൽ വിവിധങ്ങളായ ക്ലാസുകൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഉദ്ഘാടന സമാപന സമ്മേളനങ്ങൾ KPSTUവിനോട് ആഭിമുഖ്യം പുലർത്തുന്ന ദേശീയ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ആദരണീയരായ നേതാക്കന്മാരാണ് അതിൽ പങ്കെടുക്കുന്നത്. ജോൺ ഫിലിപ്പോസ്, രാധാകൃഷ്ണൻ നായർ തുടങ്ങിയവർ പങ്കെടുത്തു. BPL കാർഡ് അപേക്ഷകൾ കുന്നുകൂടുമ്പോഴും അർഹരായവർക്ക് കാർഡുകൾ നൽകുവാൻ ഉദ്യോഗസ്ഥർ മടി കാണിക്കുന്നുവെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ അംഗം R നടരാജൻ വിമർശിച്ചു. അർഹരായവർക്ക് BPL കാർഡ് നൽകണമെന്നിരിക്കെ മാരക രോഗികൾക്ക് മാത്രമേ BPL കാർഡ് അനുവദിക്കൂവെന്ന ഉദ്യോഗസ്ഥരുടെ കടുംപിടുത്തം ശരിയല്ല. രോഗികൾ അല്ലാത്തതിനാൽ പരിഗണിക്കാൻ കഴിയില്ലെന്ന് കാർഡിനായി സമീപിക്കുന്നവരോടെ പറഞ്ഞു മടക്കി അയക്കുന്ന രീതിയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ആലപ്പുഴ ഗസ്റ്റ് ഹൌസിൽ നടന്ന സിറ്റിംഗിൽ ആകെ 93 പരാതികൾ പരിഗണിച്ചു. ഇതിൽ 19 എണ്ണം ഓഡിറ്റിംഗിനായി മാറ്റിവെച്ചു. 13 എണ്ണം തീർപ്പാക്കി. മെയ് 22 അടുത്ത സിറ്റിംഗ് നടക്കും. മഴക്കാല പൂർവ്വ രോഗപ്രതിരോധ പ്രവർത്തനത്തിന്റെ ഭാഗമായി പുളിങ്ങന്നൂർ ഗ്രാമപഞ്ചായത്തിൽ കുടുംബശ്രീ പ്രവർത്തകർക്കും ആശാ വളണ്ടിയേഴ്സിനും പരിശീലനവും ആരോഗ്യസേന രൂപീകരണവും നടന്നു. വെളിയനാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലിസ മാസ്കറിയ ഉദ്ഘാടനം ചെയ്തു. ഞങ്ങളുടെ പാർട്ടിയോ അല്ലെങ്കിൽ
മതമോ ഒന്നും നോക്കാതെ തന്നെ നല്ല രീതിയിൽ തന്നെ നമ്മുടെ ഫണ്ട് വിനിയോഗിക്കുന്നതിന് വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട ഡോക്ടേഴ്സും എല്ലാവരും വെളിനാട് CHCയിലെ ഡോക്ടേഴ്സ് ആണെങ്കിലും കുടുംബത്തിലെ ഡോക്ടേഴ്സ് നല്ല രീതിയിൽ ഞങ്ങളോട് സഹകരിച്ച് നമുക്ക് ആരോഗ്യ രംഗത്ത് കഴിഞ്ഞ പ്രാവശ്യമാണെങ്കിൽ ഈ നടത്തക്കൂട്ടങ്ങൾ രൂപീകരിച്ചു, പിന്നെ ഈ ക്യാൻസർ രോഗത്തിനെതിരെ അങ്ങനെയുള്ള പല പ്രവർത്തനങ്ങളും കാഴ്ചവെച്ചതിന്റെ ഫലമായിട്ട് നമുക്ക് ഒരു പുരസ്കാരം ലഭിക്കുന്നതിന് വരെ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഇത്തവണ ഇത് ആരോഗ്യ സേന എന്നുള്ള രീതിയിൽ രൂപീകരിച്ചിട്ട് നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി, അതായത് കുടുംബശ്രീ പ്രവർത്തകരെ മുൻപോട്ട് കൊണ്ടുവന്നാൽ, ആരോഗ്യദായക വോളണ്ടിയേഴ്സിനെ മുൻപോട്ട് കൊണ്ടുവന്നാൽ ഈ പ്രവർത്തനം നല്ല രീതിയിൽ അവർ നടത്തും എന്ന ഉറപ്പുണ്ട്. പുളുങ്ങുന്ന ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രാജേഷ് കാലമാട അധ്യക്ഷത വഹിച്ചു. ആലപ്പുഴ DMO ഓഫീസിലെ ബയോളജിസ്റ്റ് S വിനോദ് ക്ലാസുകൾ നയിച്ചു. VK വേണുഗോപാൽ, ശിവാനന്ദൻ, അലക്സ് മാത്യു, കോമളവല്ലി, പുഷ്പ തുടങ്ങിയവർ പങ്കെടുത്തു. ഒരു നല്ല പരിശീലനം നൽകിക്കൊണ്ട് ഈ പുളുങ്ങുന്ന ഗ്രാമപഞ്ചായത്തിലെ ഒരു ആരോഗ്യ സേന രൂപീകരിച്ചുകൊണ്ട് ഒരു ഡിസാസ്റ്റർ മാനേജ്മെന്റ് അംഗങ്ങളെ പോലെ പ്രവർത്തിക്കുന്ന എന്ന ഉദ്ദേശമാണ് നിങ്ങളെ വിളിച്ചു ചേർത്തിരിക്കുന്നതിനുള്ളത്. വാലടി നാരകത്ര റോഡ് തകർന്നിട്ട് 2 വർഷത്തിൽ അധികമായി. റോഡാണോ തോടാണോ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയാണ് യാത്രക്കാർക്ക് ഇപ്പോൾ. കരാറുകാരൻ റോഡിന്റെ നിർമ്മാണം പാതി വഴിയിൽ ഉപേക്ഷിച്ചു പോയെന്നാണ് നാട്ടുകാർ പറയുന്നത്. വാലടി നാരകത്ര റോഡ് തകർന്നിട്ട് വർഷങ്ങളേറെയായി. വാലടി നാരകത്ര ഭാഗത്തെ 1 കിലോമീറ്ററോളം റോഡാണ് സഞ്ചാരയോഗ്യമല്ലാത്ത രീതിയിൽ തകർന്നു കിടക്കുന്നത്. കരാർ ഏറ്റെടുത്തയാൾ നാരകത്ര ജംഗ്ഷന് സമീപം റോഡിൽ മെറ്റൽ നിർത്തിയതിനു ശേഷം കരാർ ഉപേക്ഷിച്ച് പോയെന്നായിരുന്നു നാട്ടുകാർ ആരോപിച്ചത്. ഈ വണ്ടി കിടന്ന് നമ്മൾ ഓടി നമ്മളെ ഗിയർ ബോക്സ് താഴെ ഇരിക്കുന്നു, അതും പൊട്ടി, ടയറും പൊട്ടി. കുറച്ചാൾ ഇവിടെ ഒരു മിഷീനൊക്കെ ഇവിടെ കുഴപ്പമുണ്ടായിരുന്നു, എല്ലാത്തിട്ടൊക്കെ പോയത്. ഇപ്പൊ സമ്മകാരികളെ പോകും. നമ്മുടെ വണ്ടി ഇങ്ങനെ ഉണ്ടെന്ന് ഇവിടെ ഓടിച്ച് ഇതിന്റെ പണി ചെയ്യുക. ആഴ്ച മാതയും ടയറുണ്ടായി, ഇതെല്ലാം പോയി. എല്ലാത്തിനും ഇതാ പരിപാടി. ചെയ്യണം. ഇതെല്ലാം അങ്ങോട്ട് മാറി ഇതൊക്കെ തന്നെ അനുഭവം. ഞങ്ങൾ വാഴ വെക്കാനായിട്ടിരിക്കുകയായിരുന്നു. കഴിച്ച അതേ രീതിക്കുള്ളത് എത്ര പണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൈക്കൂലിയാണോ എന്നെ വെച്ചിട്ടാണോ മുഹൂർത്തമെല്ലാം പോവുക. ആൾക്കാർ ഈ കോൺട്രാക്ടർമാർ ഞങ്ങളുടെ അനുമതികളും എല്ലാം റോഡിന് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല. കൈക്കൂലി മേടിക്കുക, അല്ലെന്നുണ്ടെങ്കിൽ ഉദ്യോഗസ്ഥന്മാരാണെന്നുമുള്ള, അല്ലെങ്കിൽ മറ്റുള്ളവരാണെന്നുമുള്ള, കോൺട്രാക്ടർമാരാണെന്നുമുള്ള എല്ലാം ഒരു ഒത്തുകളിയെന്നുള്ള രീതിക്കാണ് ഇരിക്കുന്നത്. രോഗിയെ കൊണ്ട് ആശുപത്രിയിൽ പോലും പോകാൻ പറ്റാത്ത അവസ്ഥയാണ് റോഡിന്റേത്. ചങ്ങനാശ്ശേരിയിൽ നിന്നും കുട്ടനാടിന്റെ ഉൾപ്രദേശങ്ങളിലേക്ക് സർവീസ് നടത്തുന്ന KSRTCക്ക് ഏറ്റവും കൂടുതൽ വരുമാനം നേടിക്കൊടുക്കുന്ന റൂട്ടാണ് ചങ്ങനാശ്ശേരി കാവാലം. അതേസമയം റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കുവാൻ വേണ്ടപ്പെട്ട അധികാരികൾ തയ്യാറാവുന്നില്ലെന്നാണ് വിചിത്രം. വിദ്യാർത്ഥികളും യാത്രക്കാരും ഉൾപ്പെടെ അനേകം പേര് സഞ്ചരിക്കുന്ന ഒരു റോഡാണ് കൃഷ്ണപുരം നാരകത്ര ഈ റോഡ് അധികാരികൾ തിരിഞ്ഞു നോക്കുന്നത്. ഈ റോഡ് ഈ പരിപാടി കടന്നിട്ട് വേണ്ടപ്പെട്ട അധികാരികളും രാഷ്ട്രീയ നേതാക്കളും യാതൊരുവിധ പരിഗണനയും കൊടുക്കാതെ ഇവിടെ മനുഷ്യന്റെ ഇവിടെ അപകടങ്ങളും മറ്റ് പല കാരണങ്ങളും രാത്രി കാലങ്ങളിലായാലും ഒരു വല്ലാതൊരു ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു വഴിയാണ് ഇത്. ഇതിന് ബന്ധപ്പെട്ട അധികാരികളിൽ നിന്നും ഇവിടുത്തെ MLA ആയാലും മറ്റുള്ള അധികാരികളായാലും ഈ വഴിയെ തിരിഞ്ഞു നോക്കുന്നില്ലെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ബന്ധപ്പെട്ട ആൾക്കാർക്ക് പരാതി കൊടുത്തിട്ട് യാതൊരുവിധ ഒരു ഒരു പരിഗണന ഈ റോഡിന് ചെയ്യുന്നില്ല. ഈ വണ്ടി ഓടിയ ഭയങ്കര പടിയാണ്. ഓട്ടം പിടിച്ചിട്ട് ഞങ്ങൾക്ക് മടിയാണ്. ആ ഒരു അവസരമുള്ള ഓടാം. ഇപ്പൊ ഒരു ഓട്ടം വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ വണ്ടിയുടെ അടപ്പ് വരും. ആ സ്ഥിതിയാണ്. ആയിരക്കണക്കിന് ജനങ്ങളാണ് ഈ റോഡിനെ ദിവസവും ആശ്രയിക്കുന്നത്. ഇരുചക്ര വാഹനങ്ങൾ നാരകത്ര വാലടി ഭാഗത്ത് അപകടത്തിൽപ്പെടുന്നത് പതിവായിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് KCV. പൂർണ്ണമായി കൃഷിനാശം സംഭവിച്ച വെളിയനാട് കൃഷിഭവന്റെ പരിധിയിൽപ്പെട്ട വെള്ളിസ്രാക്കൽ പാടശേഖരത്തിലെ കർഷകർക്ക് അടിയന്തരമായി സഹായം എത്തിച്ചു നൽകണമെന്ന് കുട്ടനാട് വികസന ഏജൻസി വൈസ് ചെയർമാൻ വെളിയനാട് മാത്തച്ചൻ ആവശ്യപ്പെട്ടു. 5 തവണ കീടനാശിനി പ്രയോഗം നടത്തിയിട്ട് പോലും കൃഷി സംരക്ഷിക്കാൻ സാധിച്ചില്ല. അതേസമയം വെളിയനാട് കൃഷിഭവനിലെ ഉദ്യോഗസ്ഥരാരും തന്നെ ഇങ്ങോട്ട് എത്തി നോക്കാത്തതിൽ കർഷകർക്ക് അതിയായ പ്രതിഷേധവുമുണ്ട്. കുട്ടനാട് വികസന ഏജൻസിയുടെ നേതൃത്വത്തിൽ സ്ഥലം സന്ദർശിച്ചു. ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് ജേക്കബ് എബ്രഹാം, പാടശേഖരം സെക്രട്ടറി KC ജോസഫ്, രാധാകൃഷ്ണൻ, ഫാദർ ജോസി എന്നിവർ സംഘത്തിലുണ്ടായിരുന്നു. വെളിയനാട് വിശുദ്ധ മിഖായേൽ പള്ളിയിൽ ദേവാലയ വെഞ്ചരിപ്പും വിശുദ്ധ കുർബാനയും പൊതുസമ്മേളനവും നടന്നു. ഇതോടനുബന്ധിച്ച് മാർ ജോസഫ് പണ്ടാരശ്ശേരിക്ക് സ്വീകരണവും സംഘടിപ്പിച്ചിരുന്നു. ഇപ്പോഴുള്ള ദൈവാലയത്തിന്റെ ഉദാശ കർമ്മം നിർവഹിച്ചു. നന്ദിയോടെ നമ്മുടെ ശിരസ് നമസ്കരിക്കുകയും ചെയ്യാം. ഇന്ന് ജീവനായകമായ ഉദാശകർമ്മത്തിനും സർവശക്തനായ ദൈവദർശനീയമായി ഈ ബലിപീഠം റൂസ്മാനിയുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ പിതാവിന്റെ നാമത്തിൽ റൂസ്മാൻ ചെയ്യപ്പെടുകയും
പുത്രന്റെ നാമത്തിൽ വിശദീകരിക്കപ്പെടുകയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ നവീകരിക്കപ്പെടുകയും ചെയ്യുന്നു. ദേവാലയ വെഞ്ചരിപ്പിന് ശേഷം നടന്ന പൊതുസമ്മേളനം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്തു. പ്രത്യേകതകൾ നിറഞ്ഞ ഒരു സഭയാണ് ജ്ഞാനായ സഭ. ജ്ഞാനായ കത്തോലിക്ക സഭയുടെ പ്രത്യേകത ആ സഭ കാത്തു സൂക്ഷിച്ചു വരുന്ന അവരുടെ ഐഡന്റിറ്റിയാണ്. ആ ഐഡന്റിറ്റി, ആ വ്യക്തിത്വം കാത്തു സൂക്ഷിച്ചുകൊണ്ട് സഭ ഉയർത്തിപ്പിടിക്കുന്ന മഹത്തായ സാംസ്കാരിക പശ്ചാത്തലം നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുന്നു എന്നുള്ളതാണ് ഈ സഭയുടെ ഏറ്റവും വലിയ പ്രത്യേകത. പ്യൂരിറ്റി ഓഫ് സെക്സ്, അതാണ് ഈ സഭയുടെ അടിസ്ഥാന ശില, ആധാരശില എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ കേരളീയ സമൂഹത്തിൽ അതുകൊണ്ട് തന്നെ എന്നും പ്രത്യേകതകൾ നിറഞ്ഞ ഒരു സാംസ്കാരികമായ അർത്ഥതലം കണ്ടെത്താൻ ഈ സഭയ്ക്കും ഈ സമൂഹത്തിനും സാധിച്ചിട്ടുണ്ട്. മാർ ജോസഫ് പണ്ടാരശ്ശേരി അധ്യക്ഷത വഹിച്ചു. തിരുനാൾ നാടിന്റെ ആധ്യാത്മിക ഉണർവിനും കുടുംബങ്ങളുടെ ഐക്യത്തിനും ജീവിത നവീകരണത്തിനും സാമൂഹ്യ അഭിവൃദ്ധിക്കുമുള്ളതാവട്ടെ എന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ രമേശ് ചെന്നിത്തല ആശംസിച്ചു. മെയ് 1 മുതൽ 11 വരെയാണ് പ്രധാന തിരുനാളും മിഖായേൽ മാലാഖയുടെ തിരുനാളും നടന്നുവരുന്നത്. ജനറൽ കൺവീനർ അഡ്വക്കേറ്റ് ജേക്കബ് എബ്രഹാം, ജിമ്മി ചെറുകാട്, മാത്തുക്കുട്ടി കരിപ്പറമ്പിൽ എന്നിവർ സംസാരിച്ചു. വെള്ളിയാഴ്ച നടക്കുന്ന കൊടിയേറ്റ് കർമ്മം ഫാദർ ജോസ് മാമ്പുഴയ്ക്കൽ നിർവഹിക്കും. ഫാദർ സാമുവൽ കണത്തുകാട് വിശുദ്ധ കുർബാന സന്ദേശം നൽകും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വേനലും വേനൽ മഴയും ഓരുവെള്ളവും കീടങ്ങളും പങ്കിട്ടതിന്റെ ബാക്കി കൊയ്ത കർഷകരിൽ നിന്നും കൈയിട്ടുവാരി സ്വകാര്യ മില്ലുടമകൾ. ഈർപ്പത്തിന്റെ പേരിൽ കിൻഡലിൽ കുറയ്ക്കുന്നത് 8 മുതൽ 10 കിലോ വരെ. CCTV ദൃശ്യങ്ങളും വാഹന മൊബൈൽ നമ്പറുകളും തെളിവായി നൽകിയിട്ടും പോലീസ് നടപടി വൈകുന്നതിൽ ദുരൂഹതയെന്ന് ചങ്ങനാശ്ശേരി വ്യാപാരി വ്യവസായി ഏകോപന സമിതി. വേണുഗോപാൽ സരിതാ ബന്ധത്തിൽ ജനങ്ങൾക്ക് സംശയമുണ്ട്. പാർട്ടിക്കുള്ളിലെ വിമർശനങ്ങൾ മാധ്യമങ്ങളെ അറിയിച്ചത് സുധീറിനെന്നും ഷാനിമോൾ ഉസ്മാൻ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.